ഇന്ന് നമ്മളൊരു ഗ്രിൽഡ് ഫിഷ് ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സാധാരണ ഒരു ഗ്രിൽഡ് ഫിഷ് അല്ല കേട്ടോ, നല്ല ചൈനീസ് ഫ്ലേവർ ഉള്ള ഒരു ഗ്രിൽഡ് ഫിഷാണ്. അപ്പോൾ ചൈനീസ് ഫ്ലേവേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടുള്ളൂ എന്ന് ആദ്യം ഞാൻ പറയുകയാണ്. വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഇത് ചെയ്തെടുക്കാം നമുക്ക് നോക്കാം. ആദ്യം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാരിനേഷന് ആവശ്യമായിട്ടുള്ള 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂണോളം ചില്ലി സോസാണിത്, 1 ടീസ്പൂൺ സോയാ സോസ്, 1.5 ടീസ്പൂൺ കെച്ചപ്പ്, ഇനി അടുത്തത് ആഡ് ചെയ്യുന്നതാണ് ഷെഷ്വാൻ പേസ്റ്റ് ആണിത്. ഷെഷ്വാൻ സോസെന്നോ പേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. 2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളുടെ മീനൊക്കെ നമുക്കിതിൽ നിരത്തി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിലൊന്ന് വരഞ്ഞെടുക്കണം മീനിൽ, എന്നാൽ ഈ മസാല ശരിക്ക് നമ്മൾ ഇതിലേക്ക് പിടിച്ചു കിട്ടുള്ളൂ. അപ്പം നമുക്കൊന്ന് വരയിടാം. ഇത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച മീനാണ്. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആവോലി മുള്ളൻ എന്ന് പറയുന്ന മീനാണ്. നന്നായിട്ട് വരയുവാണ് മീനിലൊക്കെ. ഇതിപ്പോൾ ആകെ 4 മീനേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മളുടെ ഈ പേസ്റ്റൊക്കെ നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. രണ്ട് സൈഡിലും മാറി മാറി നന്നായിട്ട് എല്ലായിടത്തേക്കും എത്തത്തക്ക രീതിയിൽ ഇത് നമുക്ക് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ടൊരു അരമണിക്കൂർ നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞ് നമുക്കത് പൊരിച്ചെടുക്കാം. ഒരുപാട് എണ്ണയൊന്നും ആഡ് ചെയ്തിട്ടല്ല നമ്മളത് പൊരിക്കുന്നത്, അതായത് ഗ്രില്ല് ചെയ്യുകയാണല്ലോ. അപ്പോൾ വളരെ കുറച്ച് സൺഫ്ലവർ ഓയിൽ മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഗ്രിൽ പാനിലാണ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഗ്രിൽ പാൻ ഇല്ലെങ്കിൽ സാധാരണ പാനിൽ ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ 2 ഭാഗവും ഒന്ന് മൊരിയിച്ചെടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഗ്രിൽഡ് ഫിഷ് ആയിട്ടുണ്ട്. ചൈനീസ് ഫ്ലേവേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സാധാരണയായിട്ട് നമ്മൾ ഒരു നാടൻ മീൻ വറുത്തതൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നത് ഒരു നല്ലൊരു ഐറ്റമാണിത്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചൈനീസ് ഫുഡുകളുടെ കൂടെയൊക്കെ പോകുന്ന നല്ലൊരു ഐറ്റമാണ്. അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.